എന്നോട് UDF നേതൃത്വം ഇത് ചോദിച്ചാലല്ലേ ഞാൻ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. മത്സരിക്കുന്നില്ലേ? എന്തോ അടുത്ത നിയമസഭാ ഇലക്ഷൻ എന്നാ അത് നേരിട്ട് ചോദിച്ചാൽ പോരെ. ഞാനും ഇത് കേൾക്കുന്നുണ്ട്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നുണ്ട് എന്നൊക്കെ. ഒന്ന്, പ്രായപൂർത്തിയായ വോട്ടവകാശമുള്ള ആർക്കും എവിടെയും മത്സരിക്കാം. അത് നമ്മളിടയ്ക്ക് മറന്നു പോകുന്ന കാര്യം. ഇവിടെ ഇരിക്കുന്ന ആരോടും ചോദിക്കാൻ പ്രസക്തിയുള്ളൊരു ചോദ്യമാണിത്. മത്സരിക്കുന്നുണ്ടോ എന്ന് ആർക്ക് വേണമെങ്കിലും എവിടെയെങ്കിലും മത്സരിക്കാം. അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ മത്സരിക്കാനുള്ള സാധ്യതയില്ല. മറ്റൊന്ന്, ഞാൻ എൻ്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ്. UDF നിന്ന് മത്സരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അത് ഞാനൊരാൾ ഒറ്റയ്ക്കെടുക്കേണ്ട ഒരു തീരുമാനമല്ല. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നീ ഒറ്റയ്ക്കെടുക്കുന്നില്ല, ശരി, ഇങ്ങനൊരു ചോദ്യം ഉണ്ടായി, അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴീ ചർച്ചയിൽ പെട്ടെന്ന് ഉത്തരം പറയത്തക്ക രീതിയിൽ ഞാൻ ആലോചിച്ചിട്ടുള്ളൊരു ഉത്തരമല്ല അതിനുള്ളത്. കാരണം ഞാനൊരു 26 വർഷമായിട്ട് വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ച്, TV പരിപാടികൾ അവതരിപ്പിച്ച് ഉപജീവനം കഴിഞ്ഞു പോകുന്ന, അതുമായി സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരാളാണ്. എൻ്റെ വരുമാനം, എനിക്ക് എന്തുമാത്രം സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ പറ്റും, ഞാൻ എങ്ങനെയൊക്കെ ആയിരിക്കണം അതിൽ നിൽക്കേണ്ടത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വീട്ടുകാരോടുൾപ്പെടെ, എൻ്റെ വീട്ടുകാരുൾപ്പെടെ പിന്നീട് ചിലപ്പം വേറെ ആരെങ്കിലും ചെയ്യുന്ന PR ഭാഗമായി എനിക്ക് വരുന്ന ആരോപണങ്ങളെ ശ്രമിക്കാനും സഹിക്കാനും ഒക്കെ ഉള്ള ബോധ്യം എൻ്റെ വീട്ടുകാർക്കുണ്ടെന്ന് മനസ്സിലാക്കിയൊക്കെ ശേഷം ഒരാഴ്ചയെങ്കിലും ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണത്. അതിപ്പോൾ ഞാൻ ആലോചിച്ചിട്ടില്ല. നല്ല നെഗറ്റീവല്ല ഈ പറഞ്ഞ അതിൻ്റെ ഉത്തരം നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. നെഗറ്റീവ് അല്ല എന്നല്ല പറഞ്ഞത്, ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ചാടിക്കേറി ഉത്തരം പറയേണ്ട ഒരു കാര്യം, അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിറവേറ്റാനുള്ള സമയം, സന്ദർഭം, ചുറ്റുപാടുകൾ എനിക്കുണ്ടെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ എനിക്ക് ഒരാഴ്ചയെങ്കിലും സമയം വേണം. ഇപ്പം ഞാൻ ഇന്നും നാളെയും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നടക്കുന്ന പരിപാടികളുമായി ബന്ധപ്പെട്ട് അലയുന്നത് കൊണ്ട് അതിനൊരു ഉത്തരം എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചാൽ അറിയാം. ഒരാഴ്ച കഴിഞ്ഞ് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ഞാൻ വെറുതെ ഇരുന്നത് ആലോചിക്കണത്തിന് എന്നോട് ആരും ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങളല്ലാതെ. പിടുത്തം കിട്ടിയോ? എന്നോട് UDF നേതൃത്വം ഇത് ചോദിച്ചാലല്ലേ ഞാൻ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ജയമോഹൻ എന്നോട് അടുത്ത ഇലക്ഷൻ നിൽക്കണ്ടോ എന്ന് വെച്ചാൽ ഞാനിന്ന് വീട്ടിൽ ചെന്നിട്ട് ഒരാഴ്ച ദൈവമേ ഞാൻ ഈ മണ്ഡലത്തിൽ നിന്ന് അത് ഇങ്ങനെ ആലോചിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. അത് ആവശ്യം വരുമ്പോൾ ഞാൻ ആലോചിക്കും. ഇന്നലെ സാക്ഷാൽ കമലഹാസനെ സാക്ഷിയാക്കി താങ്കളുടെ ചങ്ക് സുഹൃത്തായ മഞ്ജു വാര്യരോട് ജോണി ലോക്കോസ് ചോദിച്ചിരുന്നു, ഇങ്ങനെ പിഷാരടി പറ്റീനെ കേൾക്കുന്നുണ്ട്, അത് നിഷേധിച്ചിട്ടില്ല മഞ്ജു. അത് നിങ്ങൾ എന്നോട് മഞ്ജു പ്രധാനമന്ത്രി ആണോ എന്ന് ചോദിച്ചു നോക്കിയേ. ഞാൻ നിഷേധിക്കുകയല്ല. അത് മഞ്ജു എങ്ങനെ നിഷേധിക്കുകയോ നിഷേധിക്കാതിരിക്കുകയോ ചെയ്യും. മഞ്ജുവിന് അത് അറിയത്തില്ലല്ലോ ഈ കാര്യമൊക്കെ. ചില ചടങ്ങിനൊക്കെ മഞ്ജു ഇതൊക്കെ ഇരിക്കും. ഞാൻ ഈയിടയ്ക്ക് ഒരു ചടങ്ങിനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില നേതാക്കളൊക്കെ വരുമ്പോൾ മഞ്ജു ചെറുതായിട്ട് എൻ്റെ ചെവിയിൽ ഇങ്ങേരുടെ പേരെന്താന്നൊക്കെ ചോദിക്കാറുള്ള ആളാണ്. ഞാൻ പറഞ്ഞും കൊടുത്തിട്ടുള്ള ആളാണ്. കാരണം അറിയത്തില്ല ചിലരെയൊക്കെ ഇവർക്ക്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ മഞ്ജുവിനോടത് ചോദിച്ചതിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ സങ്കടമല്ല, കമലഹാസൻ എന്ത് വിചാരിക്കും എന്നുള്ളതാണ്.